ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷ് പറഞ്ഞു തന്നെ പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഡെയിലി യൂസ് സെൻറ്റൻസസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ കരുതി അത് നന്നായിരിക്കുമെന്ന്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി നൈസ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി നൈസ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി നൈസ്. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ ഉണർന്നു. ദിസ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ഏർലി. ദിസ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ഏർലി. ദിസ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ഏർലി. ഞാൻ പതിവായി ജിമ്മിൽ പോകാറുണ്ട്. I regularly go to the gym. I regularly go to the gym. ഇങ്ങനെയും പറയാം, I go to the gym regularly. ഇന്ന് രാത്രി എനിക്കൊരു പാർട്ടിയുണ്ട്. I have a party tonight. I have a party tonight. I have a party tonight. ഇന്നലത്തെ പോലെയല്ല, ഇന്ന് നല്ല വെയിലാണ്. Unlike yesterday, today is very sunny. Unlike yesterday, today is very sunny. Unlike yesterday, today is very sunny. ആഴ്ചയിലൊരിക്കൽ അവൾ ഷോപ്പിങ്ങിന് പോകും. Once a week, she goes shopping. Once a week, she goes shopping. ഇങ്ങനെയും പറയാം, she shops once a week. She shops once a week. നീ ചോദിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ സഹായിക്കൂ. ഐ വിൽ ഹെൽപ്പ് യു ഓൺലി ഇഫ് യു ആസ്ക്. ഐ വിൽ ഹെൽപ്പ് യു ഓൺലി ഇഫ് യു ആസ്ക്. നീ ചോദിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ സഹായിക്കൂ. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ കഴിയുമോ? ക്യാൻ എനി ഓഫ് യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ക്യാൻ എനി ഓഫ് യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ക്യാൻ എനി ഓഫ് യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ഞാൻ പുസ്തകങ്ങൾ ഓരോന്നായി പരിശോധിച്ചു. ഐ ചെക്ക്ഡ് ദ ബുക്സ് വൺ ബൈ വൺ. ഐ ചെക്ക്ഡ് ദ ബുക്സ് വൺ ബൈ വൺ. ഐ ചെക്ക്ഡ് ദ ബുക്സ് വൺ ബൈ വൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 8 മണിക്ക് ഞാൻ വീട്ടിലെത്തും. ആസ് ഐ സെഡ് ഏർലിയർ, ഐ വിൽ കം ഹോം ബൈ 8 PM. ആസ് ഐ സെഡ് ഏർലിയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഐ വിൽ കം ഹോം ബൈ 8 PM. ഞാൻ രാത്രി 8 മണിക്ക് വീട്ടിലെത്തും. ആസ് ഐ സെഡ് ഏർലിയർ, ഐ വിൽ കം ഹോം ബൈ 8 PM. യാത്രയിലുടനീളം ഞാൻ ഹാപ്പി ആയിരുന്നു. ഐ വാസ് ഹാപ്പി ത്രൂ ഔട്ട് ദ ട്രിപ്പ്. ഐ വാസ് ഹാപ്പി ത്രൂ ഔട്ട് ദ ട്രിപ്പ്. എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ ഇന്ന് വരില്ല. As far as I know, he is not coming today. He is not coming today. As far as I know, he is not coming today. എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ ഇന്ന് വരില്ല. As far as I know, he is not coming today. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏത് വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്? ഇങ്ങനെ ചോദിക്കാം. In which department are you working? In which department are you working? In which department are you working? നീ പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചു. It happened just as you said. It happened just as you said. It happened just as you said. ഇനി മുതൽ ഞാൻ അവളോട് സംസാരിക്കില്ല. Hereafter I will not speak with her. Hereafter I will not speak with her. Hereafter, ഇനി മുതൽ, I will not speak with her. ഞാൻ അവളോട് സംസാരിക്കില്ല. ഞാൻ പറഞ്ഞാൽ മാത്രമേ നീ ഹോംവർക്ക് ചെയ്യൂ. Will you do your homework only if I tell you? Will you do your homework only if I tell you? Will you do your homework only if I tell you? ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
And please do subscribe English with Joy YouTube channel. Thank you.